നമസ്കാരം. ഇസ്രയേൽ ഇറാൻ യുദ്ധം മുറുകുന്നതിനിടെ ഇപ്പോൾ ഇറാൻ നേരിടുന്നത് സൈബർ ഭീഷണി കൂടിയാണ് ഇസ്രയേലിൽ നിന്ന്. അതിശക്തമായ ഹാക്കർമാരുള്ള ഒരു രാജ്യമാണ് ഇസ്രയേൽ. ഇതിൽ പലരെയും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇസ്രയേൽ സർക്കാരാണെന്നും ഇസ്രയേൽ സൈന്യമാണെന്നും ഒക്കെ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇറാൻ്റെ സാമ്പത്തിക സ്ഥിതി കൂടി തകർക്കുന്നതിന് ലക്ഷ്യമിട്ട് കഴിഞ്ഞ ദിവസം ഒരു വലിയ സൈബർ ആക്രമണം നടന്നിരുന്നു. അത് ഇറാനിലെ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ടാണ്. ഇറാനിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൽ നിന്ന് ഈ ഹാക്കർമാർ തട്ടിയെടുത്തത് $90 മില്യൺ. പ്രൊഡേറ്ററി സ്പാരോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹാക്കർമാരാണ് ഈ കൃത്യം നടത്തിയിരിക്കുന്നത്. ഇതിൽ വളരെ വിചിത്രമായ മറ്റു പല കാര്യങ്ങളുമുണ്ട്. ഈ പണം ഇവർ സ്വന്തമായി തട്ടിയെടുത്തുവെങ്കിലും അവർ ഒരിക്കലും അത് ആവശ്യത്തിനായി ഉപയോഗിച്ചിട്ടില്ല. ഇവർ ചെയ്തത് ആർക്കും ആക്സസ് കിട്ടാത്ത ചില വാലറ്റുകളിലേക്ക് ഈ പണം മാറ്റുകയായിരുന്നു. ചുരുക്കത്തിൽ ഇത്രയും പണം നശിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് അവർ ഇത്രയും പണം നശിപ്പിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് സൈബർ ലോകത്തെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നോക്കുന്ന പലരും പറയുന്നത് ഇത് ഒരുപക്ഷെ ഇസ്രായേൽ സർക്കാർ തന്നെ സ്പോൺസർ ചെയ്ത സംഘടനയായിരിക്കാം ഇവർ എന്നാണ്. കാരണം ഇതിനേക്കാൾ പണം ഒരുപക്ഷെ അവരുടെ കയ്യിൽ കാണുമായിരിക്കും സ്വാഭാവികമായും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ $90 മില്യൺ എന്ന് പറയുന്ന വലിയൊരു തുക വേണ്ടാന്ന് വെച്ചതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണമെന്നാണ് ഇപ്പോൾ അവർക്ക് തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ ഈ സംഘടനയെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അവർ വിവിധ മേഖലകളിൽ വൻതോതിലുള്ള ഹാക്കിംഗ് നടത്തുന്നതായിട്ടാണ് പരാതി ഉയർന്നിരുന്നത്. പലപ്പോഴും ഓരോ രാജ്യങ്ങളും ചെയ്യാറുള്ളത് തങ്ങളുടെ ഹാക്കർമാരെ ഉപയോഗിച്ച് അന്യരാജ്യങ്ങളിൽ ശത്രു രാജ്യങ്ങളുടെയൊക്കെ തന്നെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുക അല്ലെങ്കിൽ ചാരപ്പണി നടത്തുക എന്നുള്ളതാണ്. പക്ഷേ ഈ പുതിയ ഈ ഒരു പ്രസ്ഥാനം ചെയ്യുന്നത് ഇവർ മറ്റുള്ളവരുടെ സൈബർ ഇടത്തിലേക്ക് കടന്നു കയറി അതിന് തകരാറ് സംഭവിക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായും നശിപ്പിക്കുകയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇസ്രായേൽ തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഈ ഇറാനും മറ്റ് എല്ലാ രാജ്യങ്ങളും ആരോപിക്കുന്നത്. പ്രൊഡേറ്റീവ് സ്പാരോസ് 2019 പ്രവർത്തനം തുടങ്ങിയതെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ പിന്നിലുള്ളത് ആരാണെന്ന് ആർക്കും അറിയില്ല. എന്നാൽ ഒരു സംഘം വളരെ മിടുക്കന്മാരായ സൈബർ വിദഗ്ധന്മാരാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല 2022 ഇറാനിലെ ഒരു സ്റ്റീൽ ഫാക്ടറിയിലുണ്ടായ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് ഈ ഹാക്കർമാരുടെ പേര് പറഞ്ഞു കേട്ടിരുന്നു. ഇവരാണ് ഒരുപക്ഷെ സൈബർ വിദ്യയിലൂടെ ആ ഫാക്ടറിയുടെ അടിത്തറ തകർത്തത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ മറ്റ് പല സംഭവങ്ങളിലും ഇവർ സജീവമായി ഇടപെട്ടിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിനെക്കുറിച്ചും അതുപോലെ ഇസ്രായേലിൻ്റെ സൈന്യത്തെക്കുറിച്ചുമൊക്കെ തന്നെ പറഞ്ഞു കേൾക്കുന്നത് ഇവർക്ക് അസാധാരണമായ വിധത്തിലുള്ള കഴിവുള്ള ചില സൈബർ വിഭാഗങ്ങളുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് പലപ്പോഴും തങ്ങളുടെ എതിരാളികളെ എളുപ്പത്തിൽ വകവരുത്താൻ കഴിയുന്നത് എന്നാണ്. ഇവർ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളെയും അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളെയും ഒക്കെ തന്നെ കൃത്യമായി ട്രാക്ക് ചെയ്യാനും അവരെ അവിടെ എത്തി വധിക്കാനും പ്രിസിഷൻ അറ്റാക്ക് നടത്തി നശിപ്പിക്കാനും ഒക്കെ കഴിയുന്നത് അവരുടെ ഈ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നേരിട്ടുള്ള ആക്രമണങ്ങൾക്ക് പകരം ഇപ്പോൾ ഈ സൈബർ ആക്രമണം പണത്തിനോടും കൂടെ നടത്തി കഴിയുമ്പോഴത്തേക്കും ഇറാനെ സാമ്പത്തികമായും തളർത്തുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. ഏതായാലും ഇറാനിലെ ക്രിപ്റ്റോ കറൻസി മേഖലയെ ആകെ വല്ലാത്ത പരിഭ്രാന്തിയിലാക്കിയ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. $90 മില്യൺ എന്ന് പറയുന്നത് ഒരു ചെറിയ തുകയല്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൽ നിന്നാണ് ഇത്രയും പണം ഇവർ അടിച്ചു മാറ്റിയത് എന്നുള്ളത് ഇതിൻ്റെ ഒരു ആക്കം വർദ്ധിപ്പിക്കുന്നു.